ട്രെയിനിൽ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ ഒരു 9 മണി 9:30 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കളറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞാറ്റ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേ ഉള്ളൂ. ശബരിക്കാണെങ്കിൽ നല്ല പനിയായിരുന്നു. പനിയും ഛർദിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല. അപ്പോൾ നമ്മളൊരു കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇത് വാങ്ങിച്ചു. അപ്പോൾ അവനത് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. ശബരി ഒറ്റയ്ക്ക് സീറ്റിൽ കിടന്നുറങ്ങണ ആദ്യമായിട്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കിടക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്കത്ര നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഉറങ്ങി എണീറ്റത്തേക്ക് നമുക്ക് ലഞ്ച് വന്നു. ലഞ്ചിന് പനീർ, ദാൽ, റൊട്ടി, റൈസ്, പിന്നെ ആലുവും മട്ടറും കൂടി ഉള്ളൊരു മിക്സ് ടൈപ്പ് ഒരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ സൗത്ത് സൈഡിലേക്ക് എത്തിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എത്തി. അപ്പം നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ നാടെത്തുമ്പോഴത്തേക്കും. അത് പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ രാത്രി ഒരു 8:30-9 മണി ആയപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ചേട്ടായി വന്നായിരുന്നു നമ്മളെ കൂട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്തുവാണ്. ട്രെയിനിൽ 2 ദിവസം ഇരുന്ന് ആകെ ഒരു കോലമായിരുന്നു. പിന്നെ ശബരിക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നാട്ടിലെത്തി അവരൊക്കെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. വിളിയോട് വിളിയായിരുന്നു, എപ്പോഴെത്തുക എന്നും പറഞ്ഞ്. നമ്മൾ കാത്തിരിക്കുമ്പോൾ നമുക്ക് സമയം പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.